ഇതിനകത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന എന്തൊരു നിലപാടിനകത്തും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. പക്ഷേ കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി കുറ്റക്കാർക്ക് നല്ല ശിക്ഷ മേടിച്ചു കൊടുക്കാണ്ട് നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ ചുമ്മാ പേരിന് മാത്രം ഈ പരിപാടി നടത്തി ജനങ്ങളുടെ കൈയടി മേടിക്കേണ്ടാണെങ്കിൽ ഐ ആം സോറി, എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം പല പല കേസുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പിടിക്കും ഈ താഴെ തട്ടിലുള്ള ആൾക്കാരെ മാത്രം. ഇതിന്റെ മേളിലോട്ട് നിങ്ങൾ എങ്ങും പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സിനിമാ സെറ്റുകൾ. അതാണ് തന്നെ ഈ പറയുന്ന ഈ രണ്ടക്ഷരമുള്ള വ്യക്തി, ഈ വ്യക്തിയെക്കുറിച്ചൊക്കെ നിരവധി അലിഗേഷൻസ് ഉള്ളതാണ്. എന്തുകൊണ്ട് ഇതിനു മുൻപ് ഒരു നടപടി സ്വീകരിച്ചില്ല? ഇപ്പൊ നിങ്ങൾക്ക് പറയാം, കഴിഞ്ഞ ടൈം വേറെ സർക്കാരായിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതൊക്കെ വരുന്ന സോഴ്സുകൾ ഏതാണ് എന്ന് വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി നടപടി സ്വീകരിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, 1 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കഴിഞ്ഞാൽ ജാമ്യമില്ലാതെ 20 വർഷം അകത്ത് കിടക്കും എന്നൊരു നിയമം പാസ്സാക്കാണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറാണോ? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മരുന്ന് മാഫിയയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഹരി മരുന്നുകൾ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനോടും അതുകൊണ്ട് തന്നെ പോലീസിന്റെ മേധാവിയോടും പറയാനുള്ളത്, ഏതെങ്കിലും ഒരു പ്രമുഖന്റെ വീടിന്റെ മുന്നിലേക്ക് പോലീസിന്റെ വണ്ടി എത്തുമെന്ന് ഉറപ്പാകുമ്പോഴത്തേക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. മറ്റൊന്നുമല്ല, പല കേസുകളും ഇത്തരത്തിൽ പല പ്രമുഖരുടെയും വീടിന്റെ വാതിക്കൽ പോലീസ് വണ്ടി എത്തുമെന്ന് ഉറപ്പാകുന്ന സിറ്റുവേഷനിൽ വൈപ്പ് ഔട്ട് ചെയ്യുന്ന പരിപാടി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെ പോലീസിനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ കഴുതകളാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകരുത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തു വെച്ച് ചെയ്യാമെന്ന് കരുതിയത്. ഫസ്റ്റ് പ്രതികരണം വന്നിരിക്കുന്നത് ഹിമവൽ ഭദ്രാനന്ദ അഥവാ തോക്ക് സ്വാമി, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു 2 അക്ഷരമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എനിക്ക് പേടിയോ? ഞാൻ നിങ്ങൾ പേര് പറഞ്ഞിട്ട് ഇനി മാനമില്ലാത്തവന്റെ മാനം നഷ്ടപ്പെടുത്തിയെന്ന് പറയാൻ വേണ്ടിയാണ്. എനിക്ക് ഇവന്മാർ കള്ളന് കഞ്ഞി വെച്ചവനാണെങ്കിൽ നമ്മൾ ഫ്രോഡിന് ഫ്രൈഡ് റൈസ് വെച്ചവനായിരിക്കണ്ടേ ബ്രോ? അല്ലേ? ചെയ്ത കുറ്റത്തിനൊന്നും ഇവര് ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. എനിക്ക് ഈ പട്ടിത്തീട്ടം കേസുകളുടെ പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ടാ. സീരിയസ്ലി 100 പണിയുണ്ട്. എത്ര പ്രാവശ്യം ഇപ്പോഴാണ് കോടതി എൻ്റെ എല്ലാ കേസും എടുത്ത് ദൂരെ എറിഞ്ഞത്. ഈ മതസ്പർദ്ധ കേസ് പോലും കോടതി പറഞ്ഞ് മേലെ ഇതുപോലുള്ള കേസുമായിട്ട് വരരുതെന്ന്. സമയം മെനക്കെടുത്തുകയാണ് ഇവരുടെ പരിപാടി. ഇതിനകത്ത് ഹിമവൽ ഭദ്രാനന്ദ മാത്രമല്ല ഈ 2 അക്ഷരമുള്ള വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത്. ഇന്നലെ തന്നെ മേജർ രവി അദ്ദേഹവും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് അവിടെ പോലീസ് കയറുന്നില്ല. അതേപോലെ തന്നെ മരട് അനീഷ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വ്യക്തിക്ക് ലഹരി മരുന്ന് മാഫിയായിട്ട് കൃത്യമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ പബ്ബുകളിൽ നടക്കുന്ന നൈറ്റ് പാർട്ടീസ്, അതിനകത്ത് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി കാലമായിട്ട് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള എൻക്വയറിയും ഇതുവരെ നടന്നിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഒരു നൈറ്റ് പാർട്ടിക്കിടെ DJ ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെട്ട ഒരു വാർത്തയും ഇതിന് മുൻപ് ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് മലമ്പുഴയിൽ വെച്ചായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്താണ്ട് നിങ്ങൾ തയ്യാറാവണം. എന്തായാലും ആ ഒരു വ്യക്തി ആരാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുനോക്കാം. കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ ഞാൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലറാണെന്നും ഞാനാണ് മുഴുവൻ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ എനിക്ക് അഗൻസ്റ്റ് ക്യാമ്പയിൻ നടന്നു. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാവരെയും സൂ ചെയ്യാനും മാനേജ്മെൻറ്റിന് കേസ് കൊടുക്കുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇപ്പോൾ പുതിയതായിട്ട് എൻ്റെ പേര് പറയാണ്ട് 2 അക്ഷരമാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എനിക്ക് അഗൻസ്റ്റ്. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ എന്തായാലും തൂഫാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും എനിക്ക് എഗൻസ്റ്റ് ഒരു എൻക്വയറി ഉത്തരവിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നെ പറ്റി ഒരു അന്വേഷണം നടത്തട്ടെ. അപ്പോൾ ഇതൊന്ന് തീർന്നു കിട്ടുമല്ലോ.
എന്താ ഫാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കട്ടെ. അപ്പോൾ അതൊന്ന് ഒരു അന്വേഷണം എൻ്റെ പേരിൽ ഉത്തരവിറക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. അഡിയോസ് അമിഗോസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ് OG സുനിൽ. ഏതായാലും ഇദ്ദേഹം വന്ന് മുന്നോട്ട് വന്ന ഇത് തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട സാഹചര്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇദ്ദേഹം മാനനഷ്ടം എനിക്കെതിരെ ഫയൽ ചെയ്താലും നിലനിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം തന്നെ വന്ന് പറയുന്ന ഒരു പ്രൂഫ് എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അതെടുത്ത് വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഇതിനകത്ത് ഹിമൽ ഭദ്രാനന്ദ ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. അഥവാ തോക്കുസ്വാമി എന്ന് പറയുന്ന ഹിമബൽ ഭദ്രാനന്ദ ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. മേജർ രവി ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. വെറും 2 അക്ഷരങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈ ഒരു 2 അക്ഷരം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ 2 അക്ഷരമുള്ള വ്യക്തിയിലേക്കും കൂടി അന്വേഷണം പോകണമെന്ന് പറഞ്ഞുള്ളൂ. ആ ഈ പറയുന്ന പുള്ളിയുടെ 2 അക്ഷരം പോലും അവർ അവിടെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വ്യക്തി വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്, ഈ പുള്ളിയുടെ വാക്യം കേട്ടുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ അവിടെ ചെന്ന് പരിശോധിക്കാൻ നിൽക്കരുത്. ഒരു സാധനവും കിട്ടത്തില്ല. ഈ പുള്ളിക്ക് ഈ ഒരു മാഫിയായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തൽക്കാലത്തേക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാതെ അതൊന്ന് പോസ് ചെയ്ത് നിർത്തുക. അത് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ചൂടനാറുമല്ലേ ഈ പുള്ളിയെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഈ വിവാദങ്ങളൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കയറി തപ്പി നോക്കിയേ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പാണ് അത് കിട്ടും. പക്ഷെ കൃത്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഈ വ്യക്തിനെ ശിക്ഷിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ പേരിന് ഒരു റെയ്ഡ് നടത്തി സാധനം പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ അത് MDMA അല്ലായിരുന്നു, അജിനാമോട്ട ആയിരുന്നു, അല്ലെങ്കിൽ കൽക്കണ്ടമായിരുന്നു, അല്ലെങ്കിൽ കൊക്കൈൻ എന്ന് പറഞ്ഞ് പിടിച്ച സാധനം ആട്ടപ്പൊടിയായിരുന്നു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അതെനിക്ക് പറയാനുള്ളൂ. പല കേസുകളിലും അങ്ങനെയൊക്കെ പലതും മാറിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഒരു മുൻ മന്ത്രിക്കെതിരെ ഈ അടുത്ത് വന്നിട്ടൊരു കേസ്, കോടതി വിധി, പ്രതിയുടെ ജട്ടി അതിൻ്റെ നീളം കുറച്ച് അത് അദ്ദേഹത്തിന് പാകമാകുന്നതല്ല എന്ന് വരുത്തി തീർത്ത ചരിത്രം വരെ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം, അതായത് ഓപ്പറേഷൻ തൂഫാനിലേക്ക് ഈ പറയുന്ന ഇൻഫ്ലുവൻസർമാരെ, സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിനെല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഷാലു പേയാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് വന്നതാണ്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപോകാം. നമ്മളൊരു വലിയ മഹായുദ്ധത്തിലാണ്. ആ യുദ്ധം ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്. കേരളത്തിലുടനീളം ഈ മയക്കുമരുന്നിന്റെ വേരറക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തുന്ന ഒരു വലിയ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ എല്ലാ ബ്ലോഗർമാരെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ വേണം ഇത് ജനങ്ങളിൽ എത്തിക്കാൻ. ബ്ലോഗർമാരുടെ എന്തായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു ക്ഷണം ഞങ്ങൾ എല്ലാവരും തന്നെ സ്വീകരിക്കുകയാണ്. പക്ഷേ അതിന് മുൻപായിട്ട് ഞാനൊരു സാധനം മുന്നോട്ട് വെക്കുകയാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു കാര്യം, അതായത് ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നാഗമ്പടത്ത് നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയമുണ്ട്. സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്, അതായത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു സ്റ്റേഡിയമാണ്. കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേഡിയത്തിൽ യാതൊരു തരത്തിലുള്ള നവീകരണങ്ങളും കാര്യങ്ങളും ഇല്ല. അവിടെ ഓടാനും ചാടാനും ഒക്കെ വരുന്ന പിള്ളേരുണ്ട്. അതായത് ഈ അത്ലറ്റിക് ഇവന്റുകൾ ചെയ്യാനുള്ള ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അതേപോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓട്ട മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരെല്ലാം അവിടെ വന്ന് ഈ പറയുന്ന ട്രെയിനിങ്ങുകളെല്ലാം എടുക്കാറുണ്ട്, പരിശീലനങ്ങൾ. അതെടുക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഇഞ്ചുറിയാണ്. കാരണം അത്രത്തോളം മോശമാണ് ആ ഒരു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഒരു പോലീസ് പെട്രോളിംഗ് അവിടെ നടത്തുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട കോട്ടയം ജില്ലയിലെ സകല ഡ്രഗ് ഡീലർമാരെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഡ്രഗ് ഡീലേഴ്സ് മാത്രമല്ല, സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകൾ പോലും. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു പൊളിറ്റീഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഞങ്ങൾ ഈ അടുത്ത് ഒരു പരിപാടി എൻ്റെ പാർട്ടിയുടെ ഭാഗമായിട്ട് നടക്കുന്നതിൻ്റെ സമയത്ത് ഞങ്ങൾ അവിടെ ടൗണിൽ കൊടി കെട്ടാണ്ട് പോയി, ഈ പറയുന്ന നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരത്ത്. അങ്ങനെ ഞങ്ങൾ കൊടി കെട്ടാണ്ട് പോയ സമയത്ത് ഒരു പയ്യൻ ഓടി വന്നു. അവൻ ഞങ്ങളുടെ അനുഭാവിയാണ്. അവൻ വന്ന് ചോദിച്ചു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, ഞാൻ സ്വിഗ്ഗിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. വന്ന സമയത്ത് ഒരു ചേട്ടൻ എന്നെ കൈ കാണിച്ചിട്ട് പറഞ്ഞു ആ പുള്ളിയുടെ വണ്ടി ആരാണ്ട് കത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ പാലത്തിന് താഴേക്ക് തള്ളിക്കൊണ്ട് കൂട്ടുന്നത്. അന്നേരം മൊത്തം ഇരുട്ടാണ്. അന്നേരം പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ ഓടി അങ്ങോട്ട് പോയി മോനും കൂടി ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് മകള് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പയ്യൻ കുറച്ച് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവൻ തിരിച്ച് കയറി പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഭയങ്കര ഇരുട്ടാണ്. ഈ പറഞ്ഞ നെഹ്റു സ്റ്റേഡിയത്തിന്റെ തൊട്ട് സൈഡിലാണ് ഈ റെയിൽവേ പാലം നാമ്പടം. അന്നേരം ഈ ഇടവഴിയിലോട്ടാണ് ഈ പുള്ളി കയറിയത്. അതിനുശേഷം ഈ പുള്ളിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അന്നേരം ഈ പയ്യൻ ഓടി വന്ന് ഞങ്ങളോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോലീസിനെ വിളിച്ചു. ഞങ്ങൾ തപ്പിച്ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് 2 പേരെ ഇറങ്ങി ഓടി. അതായത് ഇവർ ഇങ്ങനെ തപ്പിച്ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റേഡിയത്തിന് മുൻവശത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് 2 പേര് ഇറങ്ങി ഓടുന്നു.
ഞങ്ങളെല്ലാവരും കൂടി അവന്മാർ വട്ടം പിടിച്ചു നിർത്തുന്നു. അതിനകത്ത് ഒരു കൊലക്കേസ് പ്രതിയുണ്ട്, കാഞ്ഞിരം സ്വദേശിയായിട്ടുള്ള. അവരെ ഞങ്ങൾ പിടിച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിനകത്ത് കയറി ഇതിനകത്തുനിന്ന് ആൾക്കാർ കൂട്ടത്തോടെ ചാടിപ്പോവാണ്. അങ്ങനെ പോലീസുകാർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരെ പിടിച്ച് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവന്മാർ അയ്യോ പത്തോ പറഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാർ ഇവന്മാരെ കൈയോടെ വിട്ടു. കാരണം അവന്മാർ ചാടി നേരെ പോലീസ് ജീപ്പിന്റെ ഫ്രണ്ടിലോട്ട് ചാടി വന്നതാണ്. ഈ പറയുന്ന ഗ്രൗണ്ടിനകത്തുനിന്ന്, സ്റ്റേഡിയത്തിനകത്തുനിന്ന് ചാടി ഇപ്പുറത്ത് വന്നതാണ്. അതായത് സ്റ്റേഡിയം ഇങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് താഴെ കുറച്ച് കടകളുണ്ട്. അതിന്റെ മേളിൽ കൂടി ചാടി ഇവന്മാർ ഇപ്പുറം വന്നത് നേരെ പോലീസ് ജീപ്പിന്റെ ഫ്രണ്ടിലോട്ടാണ്. ഞങ്ങൾ വട്ടം കയറി പിടിച്ചപ്പോൾ ഇവന്മാരെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇവന്മാർ അയ്യോ പത്തോ പറഞ്ഞപ്പോൾ പോലീസ് അവരെ വെറുതെ വിട്ടു. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു തരണം. കാരണം കൃത്യമായിട്ട് അന്ന് അവന്മാരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ അവന്മാർ എന്തിനാണ് അവിടെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവന്മാർ വന്നത് മറ്റ് പരിപാടികൾക്കാണ്, ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടല്ല. പക്ക ഗേ പരിപാടിക്ക് തന്നെയാണ് അവന്മാർ വന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഒരു കൊലക്കേസ് പ്രതി വരെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഒരു നടപടി സ്വീകരിച്ചില്ല. അവന്മാർ രക്ഷപ്പെട്ടു പോയി. പിന്നെ ആ കൊലക്കേസ് പ്രതിനെ ഞങ്ങൾ പിടിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ട വന്നു. അത് മറ്റൊന്നുമല്ല, അവൻ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി. അതാണ് കോട്ടയത്തെ പോലീസിന്റെ നടപടി. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ പലരുടെയും ഇരിപ്പുണ്ട് ഇപ്പോഴും. അന്ന് അവൻ്റെ നല്ല കണക്കിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓടാൻ ശ്രമിച്ചപ്പോഴത്തെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുമുണ്ട്. അതെനിക്ക് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കിയപ്പോഴത്തെ ഞങ്ങൾ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചു. കാരണം എന്നാ സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഈ ഒരു പയ്യൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. അങ്ങനെ സംശയത്തിന് പുറത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തെ രണ്ടുപേരും ഓടിയപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം കൊടുത്തു. പോലീസിന്റെ കൊടുക്കുകയും ചെയ്തു ആളെ. എന്തായാലും അതിന്റെ പേര് പിന്നെ ഒരു അന്വേഷണം നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പറഞ്ഞത്. എന്തായാലും ബാക്കിയോട് നമുക്ക് കാണാം. പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. സമർത്ഥമായ നിലയിൽ അത് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ മാസം 22-ാം തീയതി തിരുവനന്തപുരത്ത് YMCAയിലേക്ക് രാവിലെ 11:30 മണിക്ക് ക്ഷണിക്കുന്നത്. എല്ലാവരും എത്തിച്ചേരണം. ഭാവി തലമുറയെ നമുക്ക് രക്ഷിക്കണം. ഈ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുവേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതിനേറ്റവും കൂടുതൽ ജനങ്ങളുമായി സംവദിക്കുന്ന നിങ്ങളെ തന്നെ വിളിച്ചു കൂട്ടാൻ ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എല്ലാവരും വരണം, നമുക്ക് ഒത്തുചേരണം. ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ ഒരുമിച്ച് നിൽക്കണം. ഇവർ വലിയ സമ്പന്ന ശക്തികളാണ്. ഈ ലഹരി മാഫിയയുടെ മാത്രം വേരർത്താൽ മതിയോ സാറേ? മറ്റൊന്നുമല്ല, ഈ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് കുട്ടികളെ പച്ചത്തെറി വിളിക്കുന്ന കുറെ അധികം യൂട്യൂബേഴ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ കുറെ അധികം ആളുകൾ പരാതി നൽകിയിരുന്നു. നാളിതുവരെയായിട്ട് അവർക്കെതിരെ യാതൊരു നടപടിയും സംസ്ഥാന പോലീസ് സ്വീകരിച്ചിട്ടില്ല. തെളിവ് സഹിതം കൊണ്ട് കൊടുത്തിട്ടും അവർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് അവരെല്ലാം സ്വതന്ത്രമായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തു? ഈ തെളിവുകളും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെയിലോട്ട് തരും. ഞങ്ങൾ എന്നിട്ട് ഇതിന് തെറിയും കേൾക്കണം, തല്ലും കൊള്ളണം. പക്ഷെ യാതൊരു നടപടി ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കത്തില്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സാധനം കൊണ്ട് തരണം? അവരുടെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഈ ദൗത്യം ബ്ലോഗർമാരും കൂടി ചേർന്ന് നടത്താൻ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ആഗ്രഹിക്കുന്നു. എല്ലാവരും തിരുവനന്തപുരം YMCAയിൽ ജൂൺ മാസം 22-ാം തീയതി രാവിലെ 11:30 മണിക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മളെയൊക്കെ മക്കളുടെ ഭാവിയാണ്. വരും തലമുറയെ നമ്മൾ വേണം ചേർത്ത് പിടിക്കാൻ. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു കേരളത്തിന്റെ ഒരു കാവലാളെ കിട്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ എവിടെയാണ് പഠിക്കാൻ പോണത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സേഫ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത്രയും നല്ലൊരു കാവലാളെ നമുക്ക് കിട്ടുമ്പം നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഭാവിയിൽ നമ്മളത് ദുഃഖിക്കേണ്ടി വരും. ഇതിനകത്ത് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന എന്തൊരു നിലപാടിനകത്തും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയവും ജാതിയും മതം എല്ലാം മറന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. പക്ഷേ കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി കുറ്റക്കാർക്ക് നല്ല ശിക്ഷ മേടിച്ചു കൊടുക്കാണ്ട് നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ ചുമ്മാ പേരിന് മാത്രം ഈ പരിപാടി നടത്തി ജനങ്ങളെ കൈയടി മേടിക്കേണ്ടാണെങ്കിൽ ഐ ആം സോറി, എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം പല കേസുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പിടിക്കും ഈ താഴെ തട്ടിലുള്ള ആൾക്കാരെ മാത്രം. ഇതിന്റെ മേളിലോട്ട് നിങ്ങൾ എങ്ങും പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സിനിമാ സെറ്റുകൾ. അതാണ് തന്നെ ഈ പറയുന്ന ഈ 2 അക്ഷരമുള്ള വ്യക്തി, ഈ വ്യക്തിയെക്കുറിച്ചൊക്കെ നിരവധി അലിഗേഷൻസ് ഉള്ളതാണ്. എന്തുകൊണ്ട് ഇതിനു മുൻപ് ഒരു നടപടി സ്വീകരിച്ചില്ല? ഇപ്പൊ നിങ്ങൾക്ക് പറയാം, കഴിഞ്ഞ ടൈം വേറെ സർക്കാരായിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതൊക്കെ വരുന്ന സോഴ്സുകൾ ഏതാണ് എന്ന് വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി നടപടി സ്വീകരിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. 1 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കഴിഞ്ഞാൽ ജാമ്യമില്ലാതെ 20 വർഷം അകത്ത് കിടക്കും എന്നൊരു നിയമം പാസ്സാക്കാണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിങ്ങളുടെ കൂടെ നയിക്കാം. കാരണം മറ്റൊന്നുമല്ല, ഈ 1 കിലോ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ജാമ്യം കിട്ടാതിരിക്കത്തുള്ളൂ. അതിന് പകരം ഇവന്മാർ ചെയ്യുന്നത് 1 കിലോയ്ക്ക്
1-2 ഗ്രാം കുറച്ചങ്ങോട്ട് കൈ സൂക്ഷിക്കും. അന്നേരം പിറ്റേന്ന് രാവിലെ ഇവന്മാർ ജാമ്യത്തിൽ വരും. ഇവന്മാരെ ഇട്ടുകൊടുത്തവന്മാർ മണ്ടന്മാരാവും. നാളെ അവന്മാരുടെ വീട്ടിൽ കയറി ഇവന്മാർ തോന്നിവാസങ്ങൾ കാണിക്കും. അങ്ങനെ എത്രയോ പേര് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇന്നും. അതുകൊണ്ടാണ് ചോദിച്ചത്, 1 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാൽ പോലും, അല്ലെങ്കിൽ ഒരു ബീഡിക്കുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ പോലും മിനിമം 20 കൊല്ലം ജയിലിൽ കിടക്കും എന്ന തരത്തിലൊരു നിയമം കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാണോ? ഈ ഒറ്റ ചോദ്യമേ എനിക്ക് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കാനുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക.